സൽമാൻ വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിന്റെ വീഡിയോയുമായിട്ടാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി 1.5 നാഴി ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം വെള്ളം കൂടി ചേർത്ത് കുറേശ്ശായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് പൂരിയുടെ പരുവത്തിന് കുഴച്ചെടുക്കാം. ഇതിന് ഫില്ലിങ് റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് താളിച്ചതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഉരുളൻകിഴങ്ങും കൂടി ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഉരുളൻകിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഉരുളൻകിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒരു 2 വിസിൽ വേപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിനു വേണ്ടി മാവ് ചെറിയ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്ന് പരത്തി ഇതുപോലെ ഫില്ലിംഗ് നിറച്ച് ഇതുപോലെ മടക്കിയെടുക്കാം. ഈ ഫില്ലിങ്ങിലേക്ക് അവസാനം നമ്മൾ ഒരു മുട്ട കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഓരോന്ന് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ മടക്കിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.